മലയാള സിനിമയിൽ മമ്മൂട്ടിയും മോഹൻലാലും രണ്ട് വടവൃക്ഷങ്ങൾ പോലെ നിൽക്കുമ്പോൾ ഇവർ തമ്മിലൊരു കിടമത്സരം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരു മത്സരം ഉണ്ടായിരുന്നു. മമ്മൂട്ടി ഒരു കഥാപാത്രത്തെ എടുത്ത് അവതരിപ്പിക്കുകയും അത് വിജയിപ്പിക്കുകയും ചെയ്യുമ്പോൾ അതിനെ ബദലായി അതുപോലെ തന്നെ അതിലും മികച്ചതായിട്ട് മോഹൻലാൽ പെർഫോം ചെയ്യുന്ന ഒരു സിനിമ വരികയും അങ്ങനെ ഒരു ആരോഗ്യപരമായ ഒരു മത്സരം ഇവർ തമ്മിലുണ്ടായിരുന്നു. മമ്മൂട്ടി ഉണ്ടെങ്കിലേ മോഹൻലാൽ ഉണ്ടെങ്കിലേ മമ്മൂട്ടി എന്നുള്ള ഒരു ആരോഗ്യപരമായ മത്സരം ഇവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഏതാണ്ട് 80കളുടെ തുടക്കം മുതൽ മമ്മൂട്ടി താരമായി വരികയും അതിന്റെ പിന്നാലെ മോഹൻലാൽ ഒരു താരമായി മോഹൻലാൽ വളർന്നു വരികയും ചെയ്തുവെങ്കിലും ഇവരെ പരസ്പരം ബീറ്റ് ചെയ്ത് ഒരാൾ മുകളിലേക്ക് പോകാൻ വിടാത്ത രീതിയിൽ ഇവർ പരസ്പരം മത്സരിച്ചുകൊണ്ട് പരസ്പര പൂരകങ്ങളായി അല്ലെങ്കിൽ പരസ്പരം ഇവരുടെ നിലനിൽപ്പ് തന്നെ ഇവർ രണ്ടുപേരുടെയും വളർച്ചയും ഒക്കെ ഇവരുടെ ആ ഒരു മത്സരം തന്നെയായി. അപ്പൊ അത് ഓരോ സിനിമയും അന്നത്തെ ഒരു മത്സരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ മത്സരമുണ്ട്. ആ മത്സരം എന്ന് പറഞ്ഞാൽ ആരോഗ്യപരമായ മത്സരമാണ്. അപ്പൊ അങ്ങനെയാണ് ഈ മേഘം എന്ന് പറഞ്ഞ സിനിമ. യഥാർത്ഥത്തിൽ മേഘം ഒരു പ്രിയദർശൻ തേന്മാവൻ കൊമ്പത്ത് അല്ലെങ്കിൽ കിലുക്കം അതുപോലെ ഭയങ്കരമായ ഹിറ്റ് മോഹൻലാൽ പ്രിയദർശൻ കോമ്പിനേഷനിൽ വന്നുകൊണ്ടിരിക്കുന്ന കാലത്താണ് പ്രിയദർശൻ മമ്മൂട്ടി സിനിമ വരുന്നത്. അപ്പൊ അത് ആ മോഹൻലാലിന്റെ ഗ്രൗണ്ടിലേക്ക് കടന്നു കയറി ആ ഫ്ലെക്സിബിലിറ്റിയുള്ള കഥാപാത്രത്തെ അവതരിപ്പിച്ച് അവിടെ കൊടി നാട്ടാനുള്ള ഒരു ആരോഗ്യപരമായ മത്സരം തന്നെയായിരുന്നു ആ മേഘം എന്ന സിനിമയുടെ നിർമ്മാണത്തിന് പിന്നിൽ.